വ്യാഴാഴ്ച ഇസ്രായേൽ സൈന്യം യമനിലെ സന ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടത്തിയ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം ഗബ്രിയേസസിന്റെ CCTV ദൃശ്യങ്ങളാണിത്. സന എയർപോർട്ട്, ഹസീസ് പവർ സ്റ്റേഷൻ, ഹൊദൈദ, റാസിസ തുറമുഖങ്ങൾ എന്നിവയുൾപ്പെടെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രധാന ഇടങ്ങൾ ലക്ഷ്യമിട്ടിരുന്നതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമയം ടെഡ്രോസ് അദാനം സന ഇന്റർനാഷണൽ എയർപോർട്ടിലുണ്ടായിരുന്നു. തടവിലാക്കപ്പെട്ട UN ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനും യമനിലെ ആരോഗ്യ മാനുഷിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനുമായി എത്തിയതായിരുന്നു സംഘം. തങ്ങൾ വിമാനത്തിൽ കയറാൻ വെറും 2 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്ന് WHO ഡയറക്ടർ ജനറൽ X അക്കൗണ്ടിലൂടെ പ്രതികരിച്ചു. വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവർ, ഡിപ്പാർച്ചർ ലോഞ്ച് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശമുണ്ടായിട്ടുണ്ട്. കൂടാതെ UN വിമാനത്തിലുണ്ടായിരുന്ന സഹ പൈലറ്റിനും ആക്രമണത്തിൽ പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യമൻ സായുധ സേന ആക്രമണം നടത്തിയതായി ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി വെള്ളിയാഴ്ച അറിയിച്ചു. ഈ മാസം ആദ്യം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ US-ഉം UK-യും നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് സംഘർഷങ്ങൾ ശക്തമായത്. എന്നാൽ ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ഹൂതികൾക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തെ പിന്തുണച്ചതോടെ സംഘർഷം വിശാലമായ അന്താരാഷ്ട്ര ഇടപെടലിലേക്കാണ് നയിച്ചിരിക്കുന്നത്.